ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നിങ്ങളൊരു പുതിയ മെത്തേഡ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിയിലേക്ക് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ആകുമ്പോൾ ഇതുവരെ നമുക്ക് അറിയുന്ന കാര്യങ്ങളെല്ലാം അൺലേൺ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അത് പറയുമ്പോൾ സിമ്പിളാണ്, ബട്ട് കുറച്ച് ടഫായിട്ടുള്ള കാര്യമാണ്. കാരണം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ട്രേഡ് എക്സിക്യൂഷൻ നടത്തുമ്പോഴത്തേക്കും മൈൻഡിലേക്ക് വരും. ഓക്കെ, പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു പുതിയ സ്ട്രാറ്റജിയിലേക്ക് പോകുമ്പോൾ എപ്പോഴും നമ്മളൊരു ഫ്രഷറായിട്ടോ അല്ലെങ്കിൽ ബിഗിനറായിട്ടോ പോയാലും മാത്രമേ കറക്റ്റായിട്ട് അതിൻ്റെ കാര്യങ്ങൾ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോടും ക്ലാസ്സിൽ ഫസ്റ്റ് പറയുന്ന കാര്യം ഇതാണ്. അതായത് നിങ്ങൾ ഇതുവരെ പഠിച്ചിരിക്കുന്ന എന്തും ആയിക്കോട്ടെ, ICT ആയിക്കോട്ടെ, പ്രൈസ് ആക്ഷൻ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അതെല്ലാം പറ്റുന്ന അത്രയും മറക്കുക. അതിനുശേഷം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു പുതിയ കാര്യത്തെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ കുറച്ചുകൂടെ ക്ലാരിറ്റി വരും എന്നുള്ളതാണ് സത്യം. അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, അതായത് ഇപ്പോൾ നമ്മളൊരു യൂട്യൂബ് നോക്കി പഠിക്കുന്നതും മെന്റർഷിപ്പും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പ്രോപ്പർ ഗൈഡൻസ് ഉണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യം പ്രോപ്പറായിട്ട് പറഞ്ഞുതരാൻ ഒരാളുണ്ട്. അതാണ് സത്യം പറഞ്ഞ ഒരു മെന്റർഷിപ്പിന്റെ അല്ലെങ്കിൽ കോഴ്സിന്റെ ഡിഫറൻസ്. മറ്റേലേക്ക് നോക്കുമ്പോൾ നമുക്ക് കണ്ടന്റ് വിസിറ്റ് കൂടുതലായിരിക്കും, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാം, പക്ഷെ എന്തൊക്കെയാണ് പ്രോപ്പറായിട്ട് ചെയ്യേണ്ടത് നമുക്കറിയില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സോൾവ് ആവും. അപ്പോൾ അതിന്റെ കൂടെ തന്നെ ഈ പറഞ്ഞ കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു ബിഗിനറെ പോലെ ആദ്യം മുതലേ കാര്യങ്ങൾ കണ്ടുവരുവാണെങ്കിൽ, അല്ലെങ്കിൽ ആദ്യം മുതലേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇന്ന രീതിയിലൊന്ന് പ്രാക്ടീസ് ചെയ്ത് വരുവാണെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നേക്കാളും മുന്നേ ഒരു റിസൾട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ എൻ്റെ സ്റ്റുഡൻസിൽ ഫാസ്റ്റായിട്ട് റിസൾട്ട് കാണുന്ന ആൾക്കാരിൽ ഞാൻ കണ്ടൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അതായത് സ്വന്തമായി കയ്യിൽ നിന്നുള്ള കാര്യങ്ങളൊന്നും ആഡ് ഓൺ ചെയ്യാതെ എന്താണോ ഞാൻ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ പഠിപ്പിക്കുന്നത് അത് പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്ത് ഒരു 2 to 4 months ഒക്കെ നമ്മൾ കൊണ്ടുപോകുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് അവർക്ക് മനസ്സിലാവും, ഓക്കെ ഇതിന് ഇത്രത്തോളം റിസൾട്ട്സ് ഉണ്ട്, വിൻ റേറ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ നിങ്ങളൊരു കാര്യം നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇടുന്നതിന് മുന്നേ ചെയ്യേണ്ട കാര്യം എന്താണ്? കയ്യിലുള്ള കാര്യം അല്ലെങ്കിൽ പഠിച്ച കാര്യം പ്രോപ്പറായിട്ട് മാസ്റ്റർ ചെയ്യുക എന്നുള്ളത്. മാസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മുടെ കയ്യിൽ നിന്ന് ആഡ് ചെയ്യുക. അപ്പോൾ എപ്പോഴും ഒരു ബിഗിനർ ആയിട്ട് വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇനിയിപ്പോൾ നിങ്ങൾ ബിഗിനർ അല്ലെങ്കിൽ പോലും ഒരു ബിഗിനർ മൈൻഡ് സെറ്റിൽ വരിക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ.